മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി വളർത്താൻ നരേന്ദ്രമോദിയിട്ട ചവിട്ടുപടിയിൽ തൂങ്ങിയ രാഹുലിന് തെറിയ അഭിഷേകവുമായി സോഷ്യൽ മീഡിയ. ആപ്പിൾ ഐഫോൺ നിർമ്മാണം ഉൾപ്പെടെ ഇന്ത്യയിൽ അസംബ്ലിംഗ് മാത്രമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതു മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുള്ളൂ. പിന്നങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ നേരെ കമന്റുകൾ പറക്കുകയായിരുന്നു. ചൈനയിൽ മാത്രമായിരുന്ന ആപ്പിൾ ഐഫോൺ ഉൽപാദനം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങിയത് എന്നത് തന്നെ ഇന്ത്യയുടെ വലിയ നേട്ടമാണ് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല. അസംബ്ലിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വളരെ ബാലിശമായി പറഞ്ഞ് പരിഹാസ ചുവയോടെ സംസാരിക്കാൻ വ്യവസായത്തെക്കുറിച്ച് ABCD അറിയാത്തവർക്കേ സാധിക്കൂ എന്നും ചിലർ. രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്. ഇത് ഒരു പടി കൂടി കടന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും എത്തിയിട്ടുണ്ട്. 40 വർഷം ഇന്ത്യ ഭരിച്ചല്ലോ. രാഹുൽ ഗാന്ധിയുടെ പിതാവ്, അമ്മുമ്മയായ ഇന്ദിരാഗാന്ധി, അപ്പൂപ്പനായ നെഹ്റു എന്നിവർ ഇത്തരത്തിൽ എന്ത് ചുവടുവയ്പ്പുകളാണ് നടത്തിയത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ആപ്പിൾ ഐഫോണിന് ആവശ്യമായ എയർപോഡുകൾ എന്ന ആക്സസറികൾ ഇന്ത്യ മാനുഫാക്ചർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി എന്നാണ് അറിയുക എന്നും ചോദ്യമുയരുന്നു. ഇൻഡോ MIM എന്ന ഇന്ത്യൻ കമ്പനി ആപ്പിളിനു വേണ്ടി വിവിധ മെറ്റൽ ഇഞ്ചക്ഷൻ മോൾഡിങ്ങുകൾ മാനുഫാക്ചർ ചെയ്തു തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ടാറ്റ ഐഫോണിനുള്ള എൻക്ലോഷറുകൾ ടാറ്റ അവരുടെ ഹൊസൂർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ? മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യ ഒരു ആഗോള ശക്തിയാക്കി വളർത്താൻ ശ്രമങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് ആദ്യ ചവിട്ടുപടി തന്നെയാണ് അസംബ്ലിംഗ്. പക്ഷേ ആ അസംബ്ലിംഗ് നിന്നാണ് ഇനി മാനുഫാക്ചറിംഗ് ഇന്ത്യ കുതിച്ചു ചാടുക എന്നും സമൂഹ മാധ്യമങ്ങളിൽ വായനക്കാർ പ്രതികരിക്കുന്നു. അതായത് സ്വന്തമായി ആപ്പിൾ ഐഫോൺ പോലുള്ള ഉപകരണം മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അസംബ്ലിംഗ് എന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അല്പം വിദ്യാഭ്യാസമുള്ള ഏത് രാഷ്ട്രീയക്കാരനും മനസ്സിലാവുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണങ്ങളിലൂടെ രാഹുൽ ഗാന്ധിക്ക് നേരെ വരികയാണ്. മോദി സർക്കാർ വലിയ തോതിൽ ഉൽപാദനത്തിന് സാമ്പത്തിക ഉത്തേജനവും ഫോക്സ്കോണിനും ടാറ്റയ്ക്കും നൽകുന്നുണ്ട്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചാലാണ് കൂടുതൽ സാമ്പത്തിക സൗജന്യങ്ങൾ ലഭിക്കുക. ഇതാണ് ആപ്പിൾ ഐഫോൺ ഉൽപാദനത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയത്. ഇന്ന് ചൈനയേക്കാൾ കൂടുതൽ ആപ്പിൾ ഐഫോണുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ ലേബലിൽ ഇറങ്ങുന്നുണ്ട്. അതാണ് കൂടുതലായി അമേരിക്കക്കാർ ഇന്ന് ഉപയോഗിക്കുന്നതും. ആപ്പിൾ ഐഫോൺ പോലൊരു വിശ്വോത്തര കമ്പനിയെ ഇന്ത്യയിൽ ഉൽപാദന രംഗത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ്. അതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ ടെസ്ല കാറിനെയും മോദി എത്തിച്ചു. ടാറ്റയുടെ ബ്രിട്ടീഷ് ബ്രാൻഡായ ജാഗ്വാർ ലാൻഡ് റോവറിനെയും മോദി ഇന്ത്യയിൽ എത്തിച്ചു. ഇതിൽ ആപ്പിൾ ഐഫോണിന്റെ കാര്യത്തിൽ ചൈനയിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നിർമ്മിച്ചെത്തുന്ന ഘടകഭാഗങ്ങൾ കൂട്ടിയിണക്കുകയാണ് ഇന്ത്യയിലെ ഫാക്ടറിയിൽ നടക്കുന്നത്. പക്ഷേ എങ്കിലും ഇവിടെ മാനുഫാക്ചറിംഗിന്റെ ഭാഗമായി ക്വാളിറ്റി ചെക്കിംഗ് ഉൾപ്പെടെ സങ്കീർണമായ ചില ഉൽപാദന പ്രക്രിയകൾ തന്നെ നടക്കുന്നു. ടാറ്റയും തായ്വാൻ കമ്പനിയായ ഫോക്സ്കോണുമാണ് ആപ്പിൾ ഐഫോൺ ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് നിർമ്മിക്കുന്നത്. പക്ഷെ വെറുതെ ഘടകഭാഗങ്ങൾ കൂട്ടിവെച്ചാൽ അത് ഫോൺ ആകില്ല. ഈ അസംബ്ലിംഗ് പോലും നിർണായകമായ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പ്രോസസ്സാണ്. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന 3 ആപ്പിൾ ഐഫോണുകളിൽ ഒന്ന് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ഫോണാണ്. അതിനർത്ഥം ഇക്കാര്യത്തിലെങ്കിലും ഇന്ത്യ ചൈനയെ പിന്തള്ളുകയാണ് എന്നാണ്. തുടക്കത്തിൽ പഴയ ഐഫോൺ മോഡലുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഐഫോണിന്റെ പ്രോ മോഡലുകൾ ഇന്ത്യ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് മുന്നേറ്റം തന്നെയാണ്. ഈ സൂക്ഷ്മമായ മുന്നേറ്റത്തിന്റെ ചുവടുവെപ്പുകൾ തിരിച്ചറിയണമെങ്കിൽ വെറും രാഷ്ട്രീയക്കാരനായാൽ പോരാ. സാങ്കേതിക വിദ്യയിൽ അല്പം സാക്ഷരത ആവശ്യമാണ് എന്നും പ്രതികരണങ്ങൾ വരുന്നു. എന്നാൽ ചൈനയ്ക്ക് വേണ്ടിയുള്ള ചാരപ്പണിയാണ് ഇത്. ഇനിയും ഇത് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. ആപ്പിൾ ഐഫോൺ ഉൽപാദനം ഇന്ത്യയിൽ ആരംഭിച്ചത് ചൈനയ്ക്ക് വലിയ സാമ്പത്തിക ആഘാതമായിരുന്നു. പഴയ മോഡലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും കൂടുതൽ പ്രൊഫഷണൽ മോഡലുകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയതോടെയാണ് ഇന്ത്യ ചൈനയ്ക്ക് കൂടുതൽ ആഘാതം നൽകിയത്. ഇതോടെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് അസംബ്ലിംഗ് മാത്രമാണ് എന്ന പരിഹാസവുമായി രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാഹുൽ ഗാന്ധി ഇത് ആവർത്തിക്കുകയാണ്. സ്വന്തം മാതൃരാജ്യം പരിമിതികളുടെ വേദനകളിൽ നിന്നും ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവുകയാണ്. അപ്പോഴാണ് ഒരു യുവ രാഷ്ട്രീയ നേതാവിന്റെ പരിഹാസം എന്നത് ഓർക്കണമെന്നും ചില മുന്നറിയിപ്പുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.